ഹരിയോ. ഇനി 12-ാം അധ്യായത്തിൻ്റെ അർത്ഥം. കുറച്ച് വേഗം വായിച്ചു പോകും, വായിക്കുന്ന പോലെ പറഞ്ഞു പോകും. കാരണം അത് ലോഡാവുന്നില്ല, അതുകൊണ്ട് ശ്ലോകങ്ങളും കുറച്ച് ഫാസ്റ്റാണ് വായിച്ചിരിക്കുന്നത്. സോറി. അഥ ശ്രീമദ്ദേവി മാഹാത്മ്യേ ദ്വാദശോധ്യായ. അർത്ഥം: ദേവി തൻ്റെ ഭക്തന്മാരായ ദേവന്മാരും മുനിമാരും സ്തുതിച്ച കീർത്തനങ്ങളിൽ പ്രസാദവതിയായി ആ സ്തോത്ര മാഹാത്മ്യത്തെ ഇങ്ങനെ വിവരിക്കുന്നു. ഏകാഗ്രചിത്തനായി എന്നെ നിത്യവും മനസ്സിൽ വിചാരിച്ച് ഈ സ്തുതികൾ കൊണ്ട് സ്തുതിച്ചാൽ അവനുണ്ടാകാവുന്ന എല്ലാ ബാധകളും നിശേഷം ശമിക്കും, സംശയമില്ല. എൻ്റെ അവതാരങ്ങൾ തമസ്, രജസ്, സത്വം എന്നീ ഗുണങ്ങളെ ആധാരമാക്കിയാണ്. അതിൽ തമോ ഗുണപ്രധാനന്മാരായ മധുകൈടവന്മാരുടെ നിഗ്രഹാർത്ഥം അവതരിച്ച രാജസ ആവിർഭാവം, മഹിഷാസുരമർദ്ദനം, സ്വാത്വികാവിർഭാവം, ശുംഭനിശുംഭ നിഗ്രഹണം എന്നിങ്ങനെ ഓരോ പ്രകാരമുള്ള അവതാരത്തെയും അവതാര കഥകളെയും അവതാര മാഹാത്മ്യത്തെയും നിത്യവും കീർത്തിക്കുന്നത് ഉത്തമമാകുന്നു. അതിന് നിവൃത്തിയില്ലാത്തവർ അഷ്ടമി, നവമി, ചതുർദശി എന്നീ തിഥികളിൽ ഭക്തിയോടുകൂടെ പാരായണം ചെയ്യുകയോ അത് കേട്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നത് പാപശാന്തിക്ക് നല്ലതാവുന്നു. അവർക്ക് ചെറുതായ പാപമോ പാപത്തിൽ നിന്നുണ്ടാകുന്ന ആപത്തുകളോ സംഭവിക്കുകയില്ല. ഇഷ്ടമായിട്ടുള്ള ഭാര്യാപുത്രാദികളോടോ സ്നേഹിതന്മാരോടോ വസ്തുക്കളോടോ ഒരിക്കലും പിരിഞ്ഞിരിക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് എൻ്റെ അവതാര കഥകൾ വിസ്തരിക്കുന്ന ഈ ദേവീ മാഹാത്മ്യം നിത്യവും പാരായണം ചെയ്യണം എന്നിങ്ങനെ അരുളി ചെയ്യുന്നു. എൻ്റെ മാഹാത്മ്യം നിത്യവും പാരായണം ചെയ്യുന്നവർക്ക് ശത്രുക്കളിൽ നിന്ന് ഭയമുണ്ടാകുകയില്ല. കള്ളന്മാരിൽ നിന്നോ രാജാക്കന്മാരിൽ നിന്നോ ഉണ്ടാകാവുന്ന ഉപദ്രവം അവർക്കുണ്ടാവുകയില്ല. ആയുധങ്ങൾ, അഗ്നി, ജലപ്രവാഹം എന്നിവകൾ മൂലം ഉണ്ടാകാവുന്ന ഉപദ്രവങ്ങളും അവരെ ബാധിക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ ഈ ചരിതമാഹാത്മ്യം ശ്രദ്ധാപൂർവം പഠിക്കേണ്ടതും ഭക്തിയോടുകൂടി കേൾക്കേണ്ടതുമാകുന്നു. ഈ മാഹാത്മ്യം അത്യന്തം മംഗളകരവും പൂജ്യതയുള്ളതുമാകുന്നു. അതുകൊണ്ട് നിത്യവും പാരായണം ചെയ്താലും ദേവീപരമായ ഈ ചരിതമാഹാത്മ്യം കൊണ്ടുള്ള പ്രയോജനത്തെ ദേവി തന്നെ വിവരിക്കുന്നു. മഹാമാരി മൂലമുണ്ടാകുന്ന ഉപദ്രവങ്ങളെയും വ്യാധി ആദി വിഷമതകളെയും നീക്കം ചെയ്യുവാൻ ഈ ദേവീ മാഹാത്മ്യത്തിന് കഴിവുണ്ട്. അതുപോലെ ആധ്യാത്മികവും ആധിദൈവികങ്ങളും ആധിഭൗതികങ്ങളുമായ എല്ലാ ദുർനിമിത്തങ്ങളെയും ശമിപ്പിക്കുവാനും ഇതിന് കഴിയുന്നു. ഏതെങ്കിലും ഗ്രഹത്തിൽ ഈ ചരിതത്തെ നിത്യവും വേണ്ട പോലെ പഠിക്കുന്നുവോ അവിടെ എൻ്റെ സ്ഥിരമായ സാന്നിധ്യമുണ്ടാവും. ദുർഗാബലി തുടങ്ങിയ ബലികൾ നടത്തുമ്പോഴും പൂജാദികൾ ചെയ്യുമ്പോഴും ഹോമാദി കർമ്മങ്ങൾ ചെയ്യുമ്പോഴും മഹോത്സവങ്ങളിലും എൻ്റെ ഈ ചരിതമാഹാത്മ്യം ഉച്ചരിക്കപ്പെടുവാൻ അതിവിശിഷ്ടമാകുന്നു. അറിഞ്ഞും അറിയാതെയും ബലിപൂജാദികളിലും ഹോമാദികളിലും എൻ്റെ ചരിതമാഹാത്മ്യത്തെ ഉച്ചരിച്ചുകൊണ്ട് നടത്തിയാൽ അതെല്ലാം ഞാൻ പ്രീതിപൂർവം സ്വീകരിക്കുന്നതാണ്. ശരത്കാലത്തിലും മഹാനവമി നാളിലും ചെയ്യപ്പെടുന്ന പൂജകളിൽ എൻ്റെ ചരിതമാഹാത്മ്യം ചൊല്ലുകയും കേൾക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് എൻ്റെ പ്രസാദത്താൽ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ധനധാന്യാദികൾ വർദ്ധിക്കുകയും ചെയ്യും. ഇതിന് യാതൊരു സംശയവുമില്ല. ഈ ദേവീ മാഹാത്മ്യത്തിൽ വിവരിക്കുന്ന ദേവിയുടെ ഉൽപ്പത്തി പ്രകാരങ്ങളെയും യുദ്ധത്തിലെ പരാക്രമ വിധങ്ങളെയും ഭക്തിയോടുകൂടി കേൾക്കുന്നവന് യാതൊരു വിധമായ ഭയങ്ങളും ഉണ്ടാവുകയില്ല. മരണകാലത്തുണ്ടാകാവുന്ന അന്തകഭയം പോലും അവർക്കുണ്ടാകുകയില്ല. ഈ ദേവീ മാഹാത്മ്യം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ശത്രുക്കൾ ക്ഷയത്തെ പ്രാപിക്കുന്നു. ശ്രോതാക്കൾക്കാകട്ടെ മംഗളമുണ്ടാകുന്നു, വംശം വർദ്ധിക്കുന്നു. അനർത്ഥത്തിന് ശാന്തിയെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും ദുസ്വപ്നം കാണുമ്പോഴും അത്യുഗ്രമായ ഗ്രഹപീഠകൾ ഉണ്ടാവുമ്പോഴും ഈ ദേവീ മാഹാത്മ്യം കേട്ടാൽ അതിന് ശമനം സംഭവിക്കും. ബാധ ഉപദ്രവാദികൾ ക്ഷയത്തെ പ്രാപിക്കുന്നു. അതിഭയങ്കരങ്ങളായ ഗ്രഹപീഠകൾ ശമിക്കുന്നു. മനുഷ്യർക്കുണ്ടാകുന്ന ദുസ്വപ്നങ്ങൾ സുസ്വപ്നങ്ങളായി തീരുന്നു. ഗ്രഹപീഠബാധിതരായ ബാലന്മാരെ ഈ ദേവീ മാഹാത്മ്യം ചൊല്ലിക്കേൾപ്പിച്ചാൽ അവർ അതിൽ നിന്നും വിമുക്തരാകും. അന്യോന്യം തെറ്റി മാറിപ്പോകുന്ന സംഘത്തിൽപ്പെട്ടവർക്ക് വീണ്ടും മിത്രങ്ങളായി തീരാൻ കഴിയുന്നു ഈ ദേവീ മാഹാത്മ്യ പാരായണം കൊണ്ട്. എല്ലാ ദുർവൃത്തന്മാരെയും ദുരാചാരത്തെ ഇല്ലാതാക്കാൻ ദേവീ മാഹാത്മ്യത്തിന് കഴിവുണ്ട്.
രക്ഷസുകൾ, ഭൂതങ്ങൾ, പിശാചുക്കൾ ആദിയായവയുടെ ബാധയെ അകറ്റുവാൻ ദേവി മാഹാത്മ്യം പാരായണം ചെയ്താൽ മതി. എൻ്റെ മാഹാത്മ്യം മുഴുവനും എൻ്റെ സാന്നിധ്യത്തോടു കൂടിയതാണ്. പശുപുഷ്പ അർഘ്യ ധൂപങ്ങൾ, ഗന്ധ ദീപങ്ങൾ, ബ്രാഹ്മണ ഭോജനം, ഹോമം, പ്രോക്ഷണീയങ്ങളായ മറ്റു വകകൾ എന്നീ വിധ ചര്യകളോടുകൂടി ഒരു വത്സരം രാപകൽ പൂജ നടത്തിയാൽ എനിക്കുണ്ടാകാവുന്ന പ്രീതി എൻ്റെ ഈ മാഹാത്മ്യം ഒരിക്കൽ പാരായണം ചെയ്ത് കേട്ടാൽ എനിക്കുണ്ടാകും. ഈ മാഹാത്മ്യം കേട്ടാൽ പാപങ്ങളിൽ നിന്ന് വിമുക്തനാവുകയും ആരോഗ്യവാനാവുകയും ചെയ്യും. എൻ്റെ ജന്മത്തെ പറ്റിയുള്ള കീർത്തനങ്ങൾ ഭൂതാദികളിൽ നിന്ന് രക്ഷപ്പെടാം. ആ കീർത്തനത്താൽ ഭൂതാദികളിൽ നിന്നും രക്ഷപ്പെടാം. ദുഷ്ടന്മാരായ അസുരന്മാരെ കൊന്നൊടുക്കിയ എൻ്റെ യുദ്ധചരിതം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ശത്രുക്കൾ മൂലമുണ്ടാകുന്ന ഭയം ഉണ്ടാകുന്നില്ല. നിങ്ങൾ ഇപ്പോൾ എന്നെ കീർത്തിച്ച ഈ സ്തുതികളും മഹിഷാസുരനെ വധിച്ച ശേഷം ബ്രഹ്മ ഋഷികൾ ചെയ്ത സ്തുതികളും മധുകൈടപവധാർത്ഥം ബ്രഹ്മാവ് നടത്തിയ സ്തുതികളും നിത്യവും പാരായണം ചെയ്യുകയും കേൾക്കുകയും ചെയ്താൽ ശുഭമായുള്ള അവസ്ഥയെ പ്രാപിക്കാം. വൻകാട്ടിലകപ്പെട്ട് വഴിയറിയാതെ പരിഭ്രമിക്കുക, ഗുഹകളിൽ അകപ്പെട്ട് പരിഭ്രമിക്കുക, കാട്ടുതീ ചുറ്റും പറ്റിപ്പിടിച്ച് അതിനിടയിലാകുക, മോഷണം, പിടിച്ചുപറിക്കൽ തുടങ്ങിയ തൊഴിലാക്കിയിരിക്കുന്ന കള്ളന്മാരുടെ നടുവിൽ അകപ്പെടുക, ശത്രുക്കൾ പിടിച്ചുപറിക്കാർ അവരുടെയൊക്കെ നടുവിൽ വിജനത്തിൽ അകപ്പെടുക, പിന്നെ മനുഷ്യരെ ഉപദ്രവിക്കുന്ന സിംഹം, വ്യാഘ്രാദികൾ മുതലായവ അനുഗമിക്കുക, വൻ കാട്ടിൽ കാട്ടാനകൾ ഓടിക്കുക, വധാർഹനായി രാജാവിനാൽ നിയോഗിക്കപ്പെടുക, ബന്ധനസ്ഥനാകുക, അതിഭയാനകമായ യുദ്ധത്തിൽ ശത്രുക്കളുടെ ശസ്ത്രങ്ങൾ ഏറ്റുതുടങ്ങുക, എല്ലാ ഘോരങ്ങളായ ഭയങ്കര ബാധകളുടെയും ഉപദ്രവമുണ്ടാകുക, വേദന സഹിക്കുക, മഹാസർപ്പം കടിക്കുകയോ ഓടിക്കുകയോ ചെയ്യുക എന്നീ സന്ദർഭങ്ങളിൽ എൻ്റെ ഈ ചരിത മഹാത്മ്യത്തെ സ്മരിച്ചാൽ അതാത് സങ്കടങ്ങളിൽ നിന്ന് നിശ്ചയമായും മോചനം ലഭിക്കും. സിംഹാദി ദുഷ്ടമൃഗങ്ങളും കള്ളന്മാരും ശത്രുക്കളും എൻ്റെ ചരിത സ്മരണത്താൽ അകലെ ഓടിയൊളിക്കും. അതിഭയങ്കരമായ പരാക്രമത്തോടുകൂടിയ ഭഗവതി ചണ്ഡിക എല്ലാ ദേവന്മാരും നോക്കിയിരിക്കവേ അവിടെ തന്നെ മറഞ്ഞു. ആ ദേവന്മാർ മാനസതാപങ്ങളൊന്നുമില്ലാത്തവരായി തീർന്നു. അവർ അവരുടെ അധികാരങ്ങൾ പണ്ടേ പോലെ നടത്തുവാൻ തുടങ്ങി. അവരുടെ ശത്രുക്കളായ അസുരന്മാരെ ദേവി നിഗ്രഹിക്കയാൽ കിട്ടാതിരുന്ന യാഗഭാഗമായ ഹവിസുകൾ ദേവന്മാർ തന്നെ ഭക്ഷിക്കുവാൻ തുടങ്ങി. ദേവന്മാരുടെ ശത്രുവായി കഴിഞ്ഞുകൂടിയിരുന്ന ശുംഭനും മഹാവീര്യവാനും അതിലെ പരാക്രമിയുമായിരുന്ന നിശുംഭനും ജഗത്തിന് പൊതുവെ നാശമുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ദേവി ഭഗവതി അവരെ നിഗ്രഹിച്ചു. അനന്തരം ശേഷിച്ച അസുരന്മാർ പോയി രക്ഷപ്പെടാനായി പാതാളത്തിലേക്ക് ഓടിയൊളിച്ചു. അല്ലയോ രാജാവേ, ജഗത് പരിപാലനാർത്ഥം മുറയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുർഗാ ഭഗവതി നിത്യ തന്നെ എന്നറിഞ്ഞാലും ലോകരക്ഷണമാണത്രേ ദേവിയുടെ കർത്തവ്യം. ജഗത് പരിപാലനത്തെ ലക്ഷ്യമാക്കി ജനിക്കുന്ന നിത്യയായ ഭഗവതിയിൽ ഈ വിശ്വം മോഹിക്കപ്പെടുന്നു, ഭഗവതിയിൽ മോഹിക്കുന്നു. ആ ഭഗവതി അത്രേ ഈ വിശ്വത്തെ സൃഷ്ടി ചെയ്യുന്നതും മോക്ഷമാകുന്നതും മോക്ഷസാധനമായിരിക്കുന്നതും ദേവി തന്നെ. സന്തുഷ്ടയായാൽ എല്ലാവിധ സിദ്ധികളെയും ദാനം ചെയ്യുന്നു. അല്ലയോ സുരഥരാജാവേ, മഹാകാളിയായി, മഹാദേവിയായി, മഹാമാരീ സ്വരൂപയായി നിത്യായിരിക്കുന്ന ഈ ദേവിയാൽ വ്യാപ്തമാണ് ബ്രഹ്മാണ്ടം മുഴുവനും. സനാതനിയായ ആ ഭഗവതി അത്രേ സംഹാരകാലത്തിൽ മഹാമാരി സ്വരൂപയായി വർത്തിക്കുന്നത്. ജനന മരണങ്ങളില്ലാത്ത നിത്യയായ ആ ഭഗവതി അത്രേ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത്. വേണ്ട കാലങ്ങളിൽ വേണ്ട പോലെ ഭൂതങ്ങൾക്ക് രക്ഷയെ കൊടുക്കുന്നത് നിത്യയായ ഈ ദേവിയാണെന്ന് രാജാവെ അങ്ങ് ധരിച്ചാലും. മനുഷ്യർക്ക് അഭ്യുദയകാലമാകുമ്പോൾ അഭിവൃദ്ധിയെ പ്രദാനം ചെയ്യുന്ന ഐശ്വര്യവതിയായ ലക്ഷ്മി ദേവിയായത് നിത്യയായ ഈ ഭഗവതി അത്രേ. വിനാശകാലമാകുമ്പോൾ അതിനായി പ്രവർത്തിക്കുന്ന സ്വഭാവവും ഈ ദേവിയിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാലും മഹാരാജാവേ.
പുഷ്പധൂപഗന്ധാദികളോടുകൂടി സ്തുതികൾ ചൊല്ലി പൂജിച്ചാൽ ഈ നിത്യയായ ഭഗവതി അനുഗ്രഹിക്കും. ധനം വേണ്ടുന്നവർക്ക് അതിനെയും, പുത്രരെ വേണ്ടവർക്ക് പുത്രന്മാരെയും, ധർമ്മബദ്ധമായ ബുദ്ധി വേണ്ടവർക്ക് അതിനെയും, സർവകാര്യങ്ങളിലും ശുഭാവസ്ഥ വേണ്ടവർക്ക് അതിനെയും പ്രദാനം ചെയ്യും, സംശയമില്ല. ഈ ദേവി മാഹാത്മ്യത്തിൽ തന്നെ കാണുന്ന സ്തുതികൾ ദേവന്മാരും മുനിമാരും സ്തുതിച്ചിട്ടുള്ള സ്തുതികളെല്ലാം പൂജാകാലങ്ങളിൽ ചൊല്ലേണ്ടതാണ്. അല്ലെങ്കിൽ പൂജാകാലത്തിൽ എല്ലാവരും ചൊല്ലി വരുന്നുണ്ട്. ഇതോടുകൂടി അർത്ഥം കഴിഞ്ഞു 12-ാം അധ്യായത്തിൻ്റെ. ഇനി കിളിപ്പാട്ട്.